നമസ്കാരം, ദിസ് ഈസ് തസ്ലീന. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു യാത്രയാണല്ലേ. സോ ഈ യാത്രയിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, നമ്മളുടെ ഓരോ ചോയ്സസ്, നമ്മുടെ ഓരോ ശീലങ്ങൾ, ഇതെല്ലാമാണ് നമ്മളുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. എന്നാൽ പലപ്പോഴും പല ആളുകളും തന്റെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾക്കും ചുറ്റുപാടിലുള്ള ആളുകളുടെ സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങി അവരുടെ ലൈഫ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ചിലരാവട്ടെ എല്ലാ കാര്യങ്ങളും അവനവന്റെ കൺട്രോളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ ശ്രമിക്കാറുണ്ട്. സോ അങ്ങനെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരു ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കിയെടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് ശീലങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരാം. സോ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് ക്ലിയർ ഗോൾസ്. അതായത് നമ്മുടെ ലൈഫിന് ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങ് മുന്നേറാം, പറ്റുന്ന പോലെയൊക്കെ ആയിത്തീരാം എന്നുള്ളതിന് പകരം വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെ ആയിരിക്കണം നമ്മളുടെ ജീവിതം, എന്ത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നെല്ലാം നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. സോ ഇത്തരത്തിൽ ഗോളിൽ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികളും നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ സെറ്റ് യുവർ പേഴ്സണൽ ഗോൾ ഇസ് എ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. നമ്മൾ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. അതായത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഓരോ ശീലങ്ങളും തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവോ ഫെയിൽ ആവോ എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ പലർക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചലഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ കൂടെയുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. സോ അതിന് പകരമായിട്ട് എന്തൊരു തീരുമാനം, അതായത് എന്റെ ലൈഫിൽ എന്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാനുള്ള ഒരു ഗഡ്സ്, ഒരു തന്റെ ഇടം നമ്മൾ തീർച്ചയായിട്ടും വളർത്തിയെടുക്കണം. സോ അത്തരത്തിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ സെൽഫ് ഇംപ്രൂവ്മെന്റ്. അതായത് നമ്മളുടെ ഏരിയ ഏതാണെങ്കിലും അവിടെ നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു സക്സസ് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു PG ഒക്കെ ക്വാളിഫൈഡ് ആയി അതിനുശേഷം ജോലിക്ക് പോയി അതോടുകൂടെ പുസ്തകം മടക്കി വെക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ആർക്കും ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ചുറ്റിലും നടക്കുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട്, ഇപ്പം എസ്പെഷ്യലി ടെക്നോളജീസ് ഒക്കെ ഒരുപാട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവണം. അങ്ങനെ നമ്മൾ അപ്ഡേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഏരിയ ഏതാണെങ്കിലും അതിൽ നമ്മൾ പഠനം നടത്തിക്കൊണ്ടേയിരിക്കണം. സോ അത്തരത്തിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്താൽ മാത്രമാണ് നാളെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ജനറേഷൻ നമ്മുടെ കൂടെ വരുമ്പോഴും നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നല്ല റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഫാമിലി ആയാലും ഫ്രണ്ട്സിലായാലും കൊളീഗ്സിന്റെ ഇടയിലായാലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. എപ്പോഴും നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫൊന്നും ആയിരിക്കില്ല. സോ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കഴിയണം. ആസ് എ സോഷ്യൽ ബീയിങ് നമുക്ക് ഇത്തരം സോഷ്യൽ ഗ്യാതറിങ്സും നമുക്ക് ഇത്തരം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എപ്പോഴും അത്യാവശ്യമാണ്. അത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും ഹാപ്പി ആയിട്ട് ജീവിക്കാനും നമ്മളെ ഗൈഡ് ചെയ്യാനൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് വളരെ നന്നായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് തന്നെയാണ്. അതായത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, ആവശ്യമായിട്ടുള്ള ഉറക്കം, ആവശ്യത്തിനുള്ള റെസ്റ്റ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സസൈസും ഒരു നല്ല ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, നമ്മുടെ ശരീരത്തിന് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തോടു കൂടെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ രോഗിയാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള മെഡിറ്റേഷനോ യോഗ പ്രാക്ടീസസോ അല്ലെങ്കിൽ എക്സസൈസോ ഒക്കെ നമ്മളെ സഹായിക്കും. സോ നമുക്ക് തീർച്ചയായിട്ടും ഫിസിക്കൽ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും നമ്മൾ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഫിനാൻസിനെ കുറിച്ചാണ്. അതായത് ഒരു എത്ര ക്യാഷ് ഉള്ളവനായാലും അവന്റെ കയ്യിൽ നിന്ന് അത് പോവാൻ അധിക സമയമൊന്നും വേണ്ട. അതായത് നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനർ അല്ല എന്നുണ്ടെങ്കിൽ എത്ര കോടികൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ സാലറി ആണെങ്കിലും അതിനെ എങ്ങനെ ബഡ്ജറ്റ് ചെയ്യണം, അതിനെ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഓരോ മാസം നമ്മൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെലവാക്കുന്നത്, എത്രത്തോളം നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസസ് വരുന്നുണ്ട്, എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ക്യാഷ് കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളത് പഠിക്കണം. പിന്നെ സക്സസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കംഫർട്ടും ഗ്രോത്തും അല്ലെങ്കിൽ കംഫർട്ടും സക്സസും ഒരിക്കലും ഒരേ ദിശയിൽ സഞ്ചരിക്കില്ല. അതായത് നമ്മൾ നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ആക്കാൻ എന്ന് തീരുമാനിക്കുന്നു അന്ന് നമ്മളുടെ സക്സസിലേക്കുള്ള വഴി തെളിഞ്ഞു വരും.
അതായത് കുറെ ആളുകളുണ്ട് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ജീവിക്കാം, ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കും. അതേസമയം വലിയ വലിയ ഗോൾസും വലിയ വലിയ സ്വപ്നങ്ങളും അവർക്ക് ഉണ്ടാവും. സോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റ്സിന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ആ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത, ഒരു തരത്തിലും സ്ട്രെസ് ഇല്ലാതെ വളരെ സുഖിച്ചിരിക്കുന്ന ഒരവസ്ഥ, അത് പ്രൊഫഷണലി നമുക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് മാറി കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. കാരണം റിസ്ക് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു സക്സസ് കാണാൻ കഴിയും. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ റെസ്പെക്ട് എന്ന് പറയുന്നതിന് വലിയൊരു ടോപ്പിക്കാണ് ടു ബി ഡിസ്കസ്ഡ്. അതായത് റെസ്പെക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എൽഡേഴ്സിനെ മാത്രമാണ്, ഒരിക്കലും അല്ല. ചെറിയ കുട്ടി മുതൽ റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവരോട് നമുക്ക് റെസ്പെക്ട് കാണിക്കാം. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളായാലും വെറുക്കുന്ന ആളുകൾ ആരായാലും അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അതുപോലെ നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമുക്ക് എന്താണ് ഉള്ളത്, നമുക്കുള്ള പോസിറ്റിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത്, അതായത് നമുക്കുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് നമ്മൾ നമ്മുടെ കുറവുകളായിട്ട് കമ്പയർ ചെയ്യാതെ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും അയാളുടെ കുറവുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊരു ഫെയിലേഴ്സ് വന്നാലും എനിക്ക് അതില്ല ഇല്ല എന്നാണ് പറയുക. പക്ഷെ യഥാർത്ഥത്തിൽ വിജയിക്കാൻ തീരുമാനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള കാര്യങ്ങൾ വെച്ച് എങ്ങനെ വിജയിക്കാൻ കഴിയും എന്നുള്ളത് അയാൾ പ്രാക്ടീസ് ചെയ്യും. സോ അത്തരത്തില് നമ്മൾ നമുക്കുള്ള ബ്ലെസ്സിങ്സിനോട് ദൈവത്തിനോട് നന്ദി പറയുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്ക്. അതായത് നമുക്കറിയാം നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ, എസ്പെഷ്യലി ആദ്യമായിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ മിസ്റ്റേക്ക് വരാതെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. സോ അത്തരം മിസ്റ്റേക്ക് വരുമ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു ലെഗസി തീർത്തിട്ട് വേണം ഇവിടെ നിന്ന് പോവാൻ. സോ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ വളരെ അടുക്കും ചിട്ടയുമായിക്കൊണ്ട് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി, നല്ല ഡ്രീമോടുകൂടെ, ഒരു ഗോളോടുകൂടെ, സെൽഫ് ഇംപ്രൂവ്മെന്റോടുകൂടെ എല്ലാം മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് മറ്റുള്ളവരെ പോലെ തന്നെ സക്സസ്ഫുൾ ആകാൻ കഴിയും. താങ്ക് യു.